ഗംഭീരമായിട്ട് ഞങ്ങളെ പോകാനുള്ള എല്ലാ സാഹചര്യവും ചെയ്തു തന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ പോയത്. 14 കിലോമീറ്റർ നടന്നു. രാത്രി 12 മണിയോടെ ഞങ്ങൾ ഇവിടെ എത്തി. എങ്ങനെയുണ്ടായിരുന്നു യാത്രാനുഭവം? നടന്ന് ഞങ്ങൾ ശരിക്കും നടക്കുന്നത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ശരി. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അറിയുന്നില്ല. ഓരോ യാത്രയും ഓരോ ദൂരം നടക്കുമ്പോഴും പിന്നെ കുറച്ചുകൂടി അല്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല തീരെ. കൂടെ ഭാര്യ ഉണ്ടായിരുന്നു അല്ലേ? ഭാര്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ 7 പേരുണ്ടായി. ഓക്കെ, സന്തോഷം. എന്താ പറയാനുള്ളത്? യാത്ര നല്ലതായിരുന്നു. എനിക്ക് ഇന്നലെ രാവിലെ ബുദ്ധിമുട്ട് തോന്നി മല കയറിയപ്പോൾ. പക്ഷേ രാത്രി പ്രശ്നം ഉണ്ടായില്ല. 14 കിലോമീറ്റർ നടക്കുമ്പോൾ ഒരു പ്രയാസം തോന്നിയില്ല. എല്ലാ ഈ ദിക്പാലകന്മാരും തൊഴുതല്ലോ അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. കിലോമീറ്റർ അരുണഗിരിയെ പ്രദക്ഷിണം ചെയ്ത 7 പേരാണ് നമ്മുടെ കൂടെയുള്ളത്. അവരെ 1-2 പേരെ കൂടി നമുക്ക് അവരുടെ അനുഭവങ്ങൾ ഒന്ന് ചോദിക്കാം. നിഷാജി, നമസ്തേ. നല്ല അനുഭവമായിരുന്നു. നടക്കാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ എല്ലാവരും മോട്ടിവേഷൻ ഉള്ളത് കൊണ്ട് ഞാനും നടന്നു. നല്ലൊരു അനുഭവമായിരുന്നു. നടക്കുമ്പോൾ നമുക്ക് തോന്നുന്നേ ഇല്ല നമ്മൾ ഇത്ര നടന്നു എന്നുള്ളത്. ഈസി ആയിട്ട് നടക്കാൻ പറ്റി. മഴയുണ്ടായിരുന്നോ? ഇല്ല, മഴ ഇങ്ങനെ ചെറുങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും 14 കിലോമീറ്റർ അല്ലേ? എത്ര മണിക്ക് തുടങ്ങി? നമ്മൾ ഒരു 9 മണി 7:45 തുടങ്ങി 11:50 ശേഷം എത്തി. 12 മുന്നേ എത്തി. ആരൊക്കെയാണ് ഉണ്ടായത് കൂടെ ഒന്ന് പറയൂ. ബിന്ദുജി ഉണ്ടായിരുന്നു അല്ലേ? ബിന്ദു, ചന്ദ്രാവതി, പിന്നെ നമസ്തേ. ഓക്കെ, അവർ 2 പേരും വേറെ 4 പേരാണ് ഉണ്ടായത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അരുണാചലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ 7 പേരാണ് നമ്മുടെ കൂടെ ഉള്ളവർ ഇന്നലെ ഗിരിവലം വെച്ചിട്ടുള്ളത്. രാവിലെ രമണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് തപസ് ചെയ്ത വിരൂപാക്ഷ ഗുഹയിലൊക്കെ ധാരാളം പേർ നടന്നു തന്നെ പോയിരുന്നു. ചന്ദ്രാവതി, ഇന്നലത്തെ ഒരു അനുഭവം ഷെയർ ചെയ്യും. വളരെ നല്ലൊരു യാത്രയായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ആ യാത്ര സമർപ്പിക്കുന്നു. പറയാൻ ക്ഷീണമൊന്നും ആയിട്ടില്ല. ഇതിന് ഏറ്റവും നന്ദി പറയേണ്ടത് നമ്മുടെ കൂടെ വന്ന നമ്മുടെ ശ്രീകുമാരി ചേച്ചിയാണ്. ചേച്ചിയും വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ ഏറ്റവും മോട്ടിവേഷൻ ചേച്ചിയായിരുന്നു. ചേച്ചിക്ക് വയ്യെങ്കിലും ഓട്ടോറിക്ഷ പിടിക്കണ ഇടയ്ക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും വേണ്ട നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് ചേച്ചി തന്നെ ഞങ്ങളെ നടക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം വളരെ സന്തോഷം. പ്രതീക്ഷിക്കാത്ത ഈ ഒരു സൗഭാഗ്യത്തിൽ എല്ലാവർക്കും വേണ്ടി അതിന്റെ പുണ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീകുമാരി ചേച്ചിയുടെ വാക്കുകളിലേക്ക് പോവാൻ നമുക്ക് ആ യാത്രയുടെ കൂടുതൽ അറിയാം. ഓക്കെ, നമ്മുടെ ഇതിൽ ഏറ്റവും പ്രായം കൂടിയ ചേച്ചിയാണ്. യാതൊരു ക്ഷീണവും വകവെക്കാതെ കൊണ്ട് നടന്നു. പാലക്കാടാണ് ശ്രീകുമാരി ചേച്ചി. ഉറക്കെ പറയാം, അടുത്ത് പിടിച്ചിട്ട്. ശക്തി അങ്ങനെ കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. എനിക്കറിയാം കംപ്ലീറ്റ് ആയി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അത്രമാത്രമേ എനിക്കറിയുള്ളൂ. ഇവരൊക്കെ നല്ല സപ്പോർട്ട്. അവിശ്വസനീയം എന്നാണ്. 14 മണിക്കൂർ പ്രവേശിച്ചുണ്ടായില്ലേ? എറണാകുളത്തിലെ പ്രഭ ചേച്ചിയും ഇന്നലെ നടക്കാനുണ്ടായിരുന്നു. ഇന്നിപ്പോ നടന്നു ഓർമ്മിക്കുമ്പോ വലിയ സന്തോഷം അല്ലേ? സ്വപ്നം പോലെ, ഒരു സ്വപ്നം പോലെ ആയിരുന്നു ഇന്നലെ രാത്രിയത്തെ നടത്തം. പ്രഭ ചേച്ചി കൊടുക്കും. നല്ല സുഖകരമായ യാത്രയായിരുന്നു. കാല് അങ്ങനെ എടുത്തു വെക്കുന്നത് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ മഴ അതുണ്ടായിരുന്നില്ല. വളരെ ഇങ്ങനെ തീർത്ഥം തളിക്കണ പോലെ ഇങ്ങനെ നമ്മളെ അനുഗ്രഹിച്ച് ഇങ്ങനെ മുന്നോട്ട്. അപ്പൊ വളരെ നമുക്കത് പ്രചോദനമായി. പിന്നെ വഴിയിലാണെങ്കിലും ലൈറ്റ്, കടകള്, പിന്നെ ടോയ്ലറ്റ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ മൃഗങ്ങള് ഒക്കെ വഴിയരികില് കണ്ടു. അവരടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു വേലിക്കരിയില്. പിന്നെ എല്ലാ ജ്യോതിർലിംഗങ്ങളൊക്കെ തൊഴുതു. സന്തോഷമായിരുന്നു. അരുണഗിരിയെ വലം വെച്ച 7 പേരുടെ അനുഭവമാണ് നാം കേട്ടത്.
ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ അരുണാചലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏവർക്കും ഉണ്ടായിട്ടുണ്ടാകും. ഏതായാലും നമ്മൾ ചിദംബരനാഥനെ തൊഴാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. വരിക. പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോട് കൂടി നമുക്ക് യാത്ര ആരംഭിക്കാം.